അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ പ്രമുഖ ക്ഷീരോത്പാദന കമ്പനിയായിട്ടുള്ള അമൂൽ ഉൾപ്പെടെയുള്ള വമ്പൻ ബ്രാൻഡുകൾ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ ഉപഭോക്താക്കളെ ഇപ്പോൾ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് അവകാശപ്പെടുന്ന അമൂലിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങളിൽ സുരക്ഷിതമല്ലാത്ത അളവിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതാണ് ഈ ഞെട്ടലിന് കാരണം. ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുള്ള പരിധിയേക്കാൾ ഉയർന്ന അളവിൽ കോളിഫോം ബാക്ടീരിയകൾ അമൂൽ പാലിൽ കണ്ടെത്തിയതായിട്ടാണ് വിവരം. അമൂൽ താസ, അമൂൽ ഗോൾഡ് എന്നീ വിഭാഗങ്ങളിൽ ബാക്ടീരിയ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതിനൊപ്പം തന്നെ അമൂൽ തൈരിൽ മാനദണ്ഡങ്ങളെക്കാൾ 2100 മടങ്ങിലധികം കോളിഫോം ബാക്ടീരിയകളും 60 മടങ്ങിലധികം ഈസ്റ്റും പൂപ്പലുമൊക്കെ തന്നെ കണ്ടെത്തിയതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ കണ്ടെത്തലുകൾ അടിസ്ഥാനരഹിതമാണെന്നും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്നും അമൂൽ ഔദ്യോഗികമായിട്ട് വിശദീകരണം നൽകിയിട്ടുണ്ട്. അമൂലിന് പുറമെ മദർ ഡയറി, കൺട്രി ഡിലൈറ്റ് എന്നീ പ്രമുഖ ബ്രാൻഡുകളും ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണ നടപടികൾ ഈ മാസം 20-ാം തീയതിക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക. 25-ാം തീയതിയോടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിത്തുടങ്ങുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് 14,500 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തുക വിനിയോഗിച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ പെൻഷന്റെ വിതരണം നടപ്പിലാക്കുക. നിലവിൽ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ട് വഴി സ്വീകരിക്കുന്നവർക്ക് അത് നേരിട്ട് കൈകളിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നേരിട്ട് കൈപ്പറ്റുന്നവർക്ക് അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിക്കൊണ്ട് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഗുണഭോക്താക്കൾക്ക് തങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പെൻഷൻ സ്വീകരിക്കുന്ന സംവിധാനത്തിലൊക്കെ തന്നെ മാറ്റം വരുത്താനായിട്ട് അധികാരമുണ്ടെന്ന് മുൻപേയുള്ള സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ വിധവാ പെൻഷൻ, അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ എന്നിവയൊക്കെ വാങ്ങുന്ന ഗുണഭോക്താക്കളായിട്ടുള്ള സ്ത്രീകൾ പ്രധാനമായിട്ടും പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് ഹാജരാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ഇളവുകളുണ്ട്. അതുപോലെ തന്നെ മുൻപ് തൊട്ടേ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരിൽ ഇതുവരെ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലാത്തവർ, അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർ എത്രയും വേഗം സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടതാണ്. പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് എല്ലാ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. റേഷൻ കാർഡ് BPL വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായിട്ടുള്ള സമയപരിധി സർക്കാർ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് 2026 ഫെബ്രുവരി മാസം 20-ാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ APL വിഭാഗത്തിലെ നീല, വെള്ള റേഷൻ കാർഡുകൾ കൈവശമുള്ളവരും എന്നാൽ BPL റേഷൻ കാർഡിന് അർഹതയുള്ളവരുമായിട്ടുള്ള ആളുകൾ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. നിങ്ങളുടെ അപേക്ഷയോടൊപ്പം BPL സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായിട്ടും നൽകണം. കൂടാതെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി പൊതുജനങ്ങൾക്ക് ഈ സേവനത്തിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. വെള്ളിയാഴ്ച ഫെബ്രുവരി 13-ാം തീയതി 22-കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 240 രൂപ കുറഞ്ഞ് 14,280 രൂപയും പവന് 1,920 രൂപ കുറഞ്ഞ് 1,14,240 രൂപയിലുമാണ് പിന്നീട് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.